എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിയ വേളയിലുള്ള ഈ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലെങ്കിൽ വൈകിയ ഒരു വിഷയമാണ്. ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇത് വല്ലാതെ അങ്ങ് പൊളിച്ചു പോകും എന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ടും, പിന്നെ ചിലപ്പോൾ ഇതിനേക്കാൾ അല്ലെങ്കിൽ സമാനമായ വേറെ വിഷയം വീണ്ടും വരുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഇവിടെ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യമായതുകൊണ്ടാണ്, ഇതിങ്ങനെ അടിക്കടി ഉണ്ടാവുന്ന ഒരു വിഷയമായതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്ന് നമ്മളിതിനെക്കുറിച്ച് പറയുന്നത്. യഹിയ സിൻവർ എന്ന ഹമാസ് ഭീകരവാദിയുടെ, ലാദനോളമൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരു വലിയ ആഗോള തീവ്രവാദിയുടെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ ഇവിടെ ഇറക്കിക്കൊണ്ട് അതിൻ്റെ പ്രസിദ്ധീകരണം നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നു. പക്ഷേ അതിനെ സംബന്ധിച്ച് ആരും ചർച്ച ചെയ്യുന്നത് കാണുന്നില്ല. അതിൽ വലിയൊരു കുഴപ്പം കാണുന്നില്ല എന്നതാണ് നമ്മളുടെ പ്രശ്നം. അത് അങ്ങ് അനുവദിച്ചു കൊടുക്കുകയാണ്. ഇച്ചിരി ഭീകരവാദമൊക്കെ ആയിക്കോട്ടെ, കാക്കമാരല്ലേ പാവങ്ങൾ എന്ന് പറയുന്ന ആ രീതി ശ്രദ്ധയപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്തിട്ട് വീഡിയോ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതുപോലെയുള്ള ഓപ്ഷൻസ് നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനു വേണ്ട ഓപ്ഷൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് കണ്ടെത്തി അത് ഉപയോഗിക്കും എന്നും അഭ്യർത്ഥിക്കുന്നു. പിന്നെ നമ്മളുടെ കമൻറ്റ് യുദ്ധത്തിലും നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് അതുപോലെയുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അത് ചാനലിൻ്റെ റീച്ചിനെ വലിയ തോതിൽ സഹായകമാകും എന്നും കൂടി ഒന്ന് ഉണർത്തുകയാണ്. അപ്പോൾ നേരെ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുന്നു. സത്യത്തിൽ ഈ ഒരു ലൈവ് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പുസ്തക പരിചയമാണ്. പുസ്തക പരിചയം എന്ന് പറയുമ്പോൾ സാധാരണ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ പറയുക, വായിക്കാൻ പാടില്ലാത്ത ചില പുസ്തകങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം അതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ അതിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ശ്രേണി നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൽ ഏറ്റവും പ്രയോറിറ്റി നമ്മൾ ഇന്ന് കൊടുക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് യഹിയ സിൻവർ എന്ന് പറയുന്ന ഈ തീവ്രവാദി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അത് മുൾച്ചെടിയും കരയാമ്പൂവും എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു പുസ്തകം. അത് അദ്ദേഹത്തിൻ്റെ നോവലാണെന്ന് പറയുന്നു. ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണോ എന്ന ഒരു ചിന്ത ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് വെച്ചു കൊടുക്കുന്നതിനും, അയാൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇപ്പോൾ തീവ്രവാദി എന്ന് ഞാനിപ്പോൾ ഈ ഒരു സമയത്തിനിടയിൽ തന്നെ ഒരു 5-8 തവണ വിളിച്ചു കഴിഞ്ഞു. ഇത് ഞാൻ എന്തോ വലിയൊരു വൈരാഗ്യ ബുദ്ധി കൊണ്ട്, അതല്ലെങ്കിൽ എക്സ് മുസ്ലിം ആയത് കൊണ്ട് അങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നതുകൊണ്ട് പറയുന്നതാണ് എന്നൊക്കെ തോന്നിക്കുമാറ് മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണ പകർത്താനും അതല്ലെങ്കിൽ അവരുടെ ആ ചിന്തയെ അതുപോലെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ശ്രമം ഇവിടെ നടക്കുന്നതിൻ്റെ ഭാഗമാണ് സത്യത്തിൽ ഈ ഒരു വാർത്തയും ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിഷയവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് ഈ യഹിയ സിൻവർ എന്നുള്ളതും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം ഇതാണ്, മുൾച്ചെടിയും കരയാമ്പൂവും എന്ന് പറയുന്ന കാര്യം. പാലസ്തീൻ ജനതയുടെ വിമോചനം അത് സംബന്ധിച്ചിട്ടുള്ള തൻ്റെ അനുഭവങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു നോവലാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ മലയാള പരിഭാഷയാണ് സംഗതി. ഇത് വാർത്തയായിട്ട് ഏറ്റവും കൂടുതൽ പ്രചരിച്ചത് 2 സ്ഥലത്തെ അധികം ഞാൻ കണ്ടുള്ളൂ. ഒന്ന് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം മുക്കാൽ മീഡിയ എന്ന് പറയുന്ന ആ പത്രത്തിൽ അവരുടെ ചാനലിലും ഒക്കെയാണ് ഒന്നാമതായിട്ട് കണ്ടത്. രണ്ടാമതായിട്ട് പിന്നെ വേറെ ഏതൊരു കുട്ടി ജിഹാദി ചാനൽ വേറെ ഒരെണ്ണമുണ്ട്, അതിനകത്തും കണ്ടു. പിന്നെ മറ്റു രീതിയിൽ ഇംഗ്ലീഷ് മീഡിയ അവരും ഇത് റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. അതല്ലാതെ വേറെ ആരും വലിയ തോതിലൊരു ശ്രദ്ധ ഇതിന് കൊടുത്തതായിട്ട് കണ്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കണക്കിനത് നല്ലതാണ്, ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയുന്നത് ഇത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ ശബ്ദം എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മുക്കാൽ മീഡിയ, അവർ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതെന്തോ വലിയൊരു മൈൽ സ്റ്റോൺ അച്ചീവ്മെൻ്റ് ഒക്കെ ആയിട്ടാണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത്, എഴുതി വെക്കുന്നത്. പക്ഷേ നമുക്കതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം താലിബാൻ ഇവിടെ വന്ന സമയത്ത് ആദ്യം വിസ്മയം പോലെ താലിബാൻ പട എന്ന് അവരെ വിശേഷിപ്പിച്ച് ആ അഫ്ഗാനികളുടെ ആ കരച്ചിലിനെ കൊഞ്ഞനം കുത്തിയത് നമ്മൾ ആദ്യം കണ്ടതാണ്. അതുകൂടാതെ രണ്ടാമത് 2021 വീണ്ടും താലിബാൻ അവിടെ ഭരണം പിടിച്ചപ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു അട്ടിമറി നടത്തി താലിബാൻ അവിടെ ഒരു ഭരണത്തിലേറുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അവിടെയും അന്നും അഫ്ഗാനികളുടെ കരച്ചിൽ കാണുന്നതിന് പകരം അവിടെയും അവരെ സ്വതന്ത്ര അഫ്ഗാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വെള്ളപൂശാനും ഗ്ലോറിഫൈ ചെയ്യാനും വന്ന അതേ മുക്കാൽ മീഡിയ ഇതിൽ പരം വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സാധ്യതയില്ല എന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ കണ്ടത് ഇപ്പോൾ ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ഹമാസ് വിഷയം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ തീവ്രവാദ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള ഈ ഖാലിദ് മിഷാൽ എന്ന് പറയുന്ന
ഒരു നേതാവിനെ, അതല്ലെങ്കിൽ ഒരു തീവ്രവാദിയെ ഓൺലൈനായിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നമ്മളുടെ ഹമാസ് അനുകൂല റാലി എന്ന് വിളിക്കാവുന്ന ഒരു സാധനം മലപ്പുറത്താണ് കേട്ടോ, മലപ്പുറത്ത് സംഘടിപ്പിച്ചിട്ട് അതിനകത്ത് ഇയാളെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് വീണ്ടും ഈ കുത്തിത്തിരിപ്പും ഇതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നോർമലൈസ് ചെയ്യുന്ന പരിപാടി വീണ്ടും ഇവിടെ നടത്തിയത് സോളിഡാരിറ്റി തന്നെയാണ്. അത് വീണ്ടും ഇതേ മുക്കാൽ മീഡിയയുടെ പിന്നാമ്പുറം അല്ലെങ്കിൽ അവരുടെ ആ ഐഡിയോളജിക്കലായിട്ടുള്ള ആ ഒരു ബേസ് കൊടുക്കുന്ന ആളുകൾ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് അവിടെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. അപ്പോൾ അതും നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് അതാരും ചോദ്യം ചെയ്യാൻ പോലും മുന്നോട്ട് വരുന്നില്ല. ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെ തിരുത്താനോ തടയാനോ ഇവിടുത്തെ പോലീസ് സംവിധാനമോ നിയമ സംവിധാനം പോലും തയ്യാറാകുന്നില്ല എന്നത് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിക്കൊണ്ട് ഇത് എതിർക്കുന്ന ആളുകളെ അവരെ മുഴുവൻ സംഘീയായിട്ട് ചാപ്പ കുത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ മാനവിക വിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ യുദ്ധക്കൊതിയനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാപ്പ കുത്തി അവരെ അങ്ങ് മാറ്റി നിർത്തുന്ന പരിപാടി. ഫാഷിസ്റ്റാണ് എന്നൊക്കെ പറയുന്നു, ഇമ്പീരിയലിസ്റ്റ് ആണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ മാത്രമാണ് ഇമ്പീരിയലിസ്റ്റ് അല്ലാത്ത ആളുകൾ, ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ മാത്രമാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹികൾ, ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ മാത്രമാണ് യുദ്ധക്കൊതി ഇല്ലാത്ത ആളുകൾ എന്ന് വരുത്തി തീർക്കുന്ന ഒരു പരിപാടി. ഇതൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ട് ഇവർ കളം നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, കേരളമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് ഇനി നമുക്ക് തീവ്രവാദികളുടെ സ്വന്തം നാട് എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരു പ്രത്യേക കൂട്ടം തീവ്രവാദികൾ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഏറ്റവും ഫലഭൂയിഷ്ടമായ ഒരു മണ്ണ് സമ്മാനിക്കുന്ന ഒരു ഇടം അത് ലോകത്ത് വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് ഏറ്റവും മികച്ച ഇടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കേരളം തന്നെയാണ്. ഇത് ഞാനല്ല പറഞ്ഞത്, ആദ്യം ഇത് പറഞ്ഞത് എന്നേക്കാൾ മുന്നേ, അല്ലെങ്കിൽ എന്നോടിത് പറയാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണമെന്ന് ഏൽപ്പിച്ചിട്ട് പോയ ഒരു മൊല്ലാക്ക ഇവിടെ ഉണ്ട്. കോട്ടുമുക്കറി എന്നൊക്കെ നമ്മൾ വിളിക്കും. നമ്മളുടെ സാക്കിർ നായിക്ക് കോട്ടുമുക്കറി, നമ്മുടെ ഹിന്ദിക്കാർ പുള്ളീനെ വിളിക്കുന്നത് സാക്കിർ നാലായിക് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ പുള്ളി എന്താ പറഞ്ഞത്, ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു സംസ്ഥാനത്തിലും ജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ നല്ലൊരു അസൽ സംസ്ഥാനം ഇന്ത്യയിലുണ്ട്, അത് കേരളമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ നിങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നാൽ നിങ്ങൾ കേരളത്തിലേക്ക് ഹിജറ പോകണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചത്, എന്ത് പോകണം? ഹിജറ പോകണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചത് ആരാണ്? നമ്മളെ സാക്കിർ നാലായിക്കാണ് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തേക്കുക. അപ്പോൾ സാക്കിർ തന്നെയാണ് ഇവിടെ പറഞ്ഞു വെച്ചത് എന്ത്? കേരളമാണ് ഈ തീവ്രവാദികൾക്കും അവരുടെ ഇത്തരത്തിലുള്ള എല്ലാ തരം കുൽസിത പരിപാടികൾക്കും ഏറ്റവും അനുയോജ്യമായ മണ്ണും ഉറവിടവും എല്ലാം ഏകുന്ന, അല്ലെങ്കിൽ അതിന് പാകമായ ഒരു മണ്ണായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലം, ഒരു നാട് അത് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഉറപ്പിച്ച് പറയാം, കേരളമെന്ന് പറയുന്നത് തീവ്രവാദികളുടെ സ്വന്തം നാട് തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറയുന്ന മഅ്ദനിയുടെ കാര്യമായാലും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യമായാലും എല്ലാം എവിടെയാണ് ഇത് ഉടലെടുത്തത്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അതിനുള്ള ആ ഒരു ബേസ് കിട്ടുന്നത് എവിടെയാണ്? അതും ഇതേ കേരളം തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഐസിസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സ് അത് നടന്നിട്ടുള്ള സ്ഥലം എവിടെയാണ്? അത് കേരളമാണ്. റിക്രൂട്ടേഴ്സായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അത് ഏത് നാട്ടിൽ നിന്നാണ്? അതും കേരളത്തിൽ നിന്നാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമ ഇവിടെ ഇറങ്ങിയതും ആ സിനിമയ്ക്ക് കേരള സ്റ്റോറി എന്ന് തന്നെ പേരിടുന്നൊരവസ്ഥ ഉണ്ടായതും എന്നും പറയുമ്പോൾ അതാർക്കും പിടിക്കുന്നില്ല. അത് വേറെ വിഷയമാണ്, നമ്മൾ സംസാരിച്ച് കളഞ്ഞ കാര്യമാണ്. എന്നാലും ഞാൻ എപ്പോഴും പറയുന്നു, ഏറ്റവും അനുയോജ്യമായ പേര് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പേരിൽ ഇടണം എന്ന് സംവിധായകനൊരു നിർബന്ധമുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ല പേര് കേരള സ്റ്റോറി എന്ന് തന്നെയാണ്, ഒരു സംശയമില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടന്ന കാര്യം തന്നെ ആണ് എന്നതിൽ നമുക്ക് തർക്കമില്ല. പോട്ടെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഈ പുസ്തകത്തിൻ്റെ കാര്യം. ഈ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിനു മുന്നേ ഈ മലയാളം അല്ലാതെയുള്ള ഇതിൻ്റെ ഇംഗ്ലീഷ് രൂപത്തിലുള്ള പുസ്തകം ഉണ്ടല്ലോ, അതിലെന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നും കൂടി നമ്മൾ ആലോചിക്കണം. ആമസോണിൽ ഇത് ലിസ്റ്റ് ചെയ്ത സമയത്ത് വലിയ തോതിൽ ചർച്ചാ വിഷയമാകുന്നു. ഇത് ഒക്ടോബർ 7 നടന്ന ആ കൂട്ടക്കൊല, അല്ലെങ്കിൽ ആ ഒരു ടെററിസ്റ്റ് അറ്റാക്ക്, അതുപോലും ന്യായീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായത് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു. അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ജൂതന്മാർ തന്നെ ചൂണ്ടിക്കാണിച്ചു അത് ശരിയല്ല, അത് ഭീകരാക്രമണം ആയിരിക്കെ അതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എഴുതി വെച്ചൊരു പുസ്തകം ഇതുപോലെ ഒരു ഫ്രീ റൺ അതിന് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് വിയോജിപ്പ് അറിയിച്ചപ്പോൾ അതിൻ്റെ പേരിൽ അവസാനം ആമസോൺ ആ പുസ്തകം അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അത്
കിട്ടുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എവിടെയെങ്കിലും ഇനി VPN ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഏതായാലും ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കത് കാണാനില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അതാണ് സംഭവിച്ചത് ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പിന്. അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സംഗതി അത് ഈ ഒരു ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന തലത്തിലുള്ള കാര്യങ്ങളാണ്, അവാസ്തവമായ കാര്യങ്ങളാണ് അതിനകത്ത് പൊലിപ്പിച്ച് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഇതിനോടകം തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. 1. 2, ഇതിൻ്റെ രചയിതാവ് എന്ന് പറയുന്ന വ്യക്തി ഒരു മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഒരു ടെററിസ്റ്റും കൂടിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇന്ന് നിലവിൽ ഇസ്രായേൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൊടിയ ഒരു തീവ്രവാദി, അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാമനായിട്ട് വരുന്ന വ്യക്തിയാണ് ഈ യഹിയ സിൻവർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് അവിടെ വില പോലും ഇട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ഇന്നിപ്പോൾ ഇസ്രായേൽ ആ റഫ അറ്റാക്ക് അതവിടെ നടത്തിക്കൊണ്ട് അവരവിടെ മുന്നേറ്റം നടത്തുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ യഹിയ സിൻവറിനെ അവിടുന്ന് പിടിച്ച് കെട്ടുക എന്നത് തന്നെയാണ്, അവിടെ പിടികൂടുക എന്നത് തന്നെയാണ്. ഇതിനോടകം തന്നെ അദ്ദേഹം ഈ ടണലുകളിൽ നിന്നും ടണലുകൾ വഴി ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇത് അത്തരത്തിലുള്ള ഒരു ചിത്രമാണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഗാസയിലെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അവിടെയുള്ള ഈ ഒരു ടണൽ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള കാര്യം. ഗാസയിലെ ജനങ്ങൾക്ക് അവരുടെ ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആഗോളതലത്തിൽ പിരിച്ചെടുത്ത് അവിടേക്ക് അയച്ചു കൊടുത്ത എയ്ഡ് ഫണ്ട് എന്ന് പറയുന്നത് അത് ആളുകളുടെ വിശപ്പ് അകറ്റുന്നതിനും ആ നാട് കെട്ടിപ്പടുക്കുന്നതിനും അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ മറ്റ് ആശുപത്രി, സ്കൂൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്നതിന് പകരം അവരവിടെ ആ പൈസ കൊണ്ട് ചെയ്തത് ഈ ടണൽ പണിതുകൊണ്ട് അവരുടെ സൈനിക താവളമാക്കി അത് മാറ്റിക്കൊണ്ട് ഈ സ്കൂളുകളുടെയും നഴ്സറികളുടെയും അതുപോലെ ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ അടിയിലിരുന്നു കൊണ്ട് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. മില്യൺ കണക്കിന് ഡോളറാണ് അതിനു വേണ്ടിയിട്ട് അവർ ചെലവഴിച്ചത് എന്ന ഒരു ആരോപണവും കൂടി നേരിടുന്നുണ്ട്. അതിന് നിലവിൽ ചുക്കാൻ പിടിച്ചത് ഇതേ സിൻവറും തന്നെയാണ് എന്ന് മാത്രമല്ല അത് നിഷേധിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വളരെ മികച്ച നല്ല ഒരു മിടുക്കനായ തീവ്രവാദിയാണ് ഈ പറയുന്ന യഹിയ സിൻവറിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിപ്പോൾ ലാദൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു മുഖം വരുന്നുണ്ട്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ തീവ്രവാദികളുടെ പേരൊക്കെ പറയുമ്പോൾ ബാഗ്ദാദി എന്നൊക്കെ പറയുമ്പോൾ ഒരു മുഖം നമ്മുടെ മനസ്സിലേക്ക് വരും. അതുപോലെ പല ആളുകളുടെയും മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഈവൻ മുഹമ്മദ് ആറ്റ എന്ന് പറയുന്ന പേര് പറയുമ്പോൾ, ജാക്കിർ നായിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം വരുന്നുണ്ട്. നമ്മൾ MM അക്ബർ എന്ന് പറയുമ്പോൾ വരുന്നുണ്ട്. അതും അല്ലെങ്കിൽ മുജാഹിദ് ബാലിശ്ശേരി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു തീവ്രവാദി, അതിൻ്റെ ആ ഒരു മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുപോലെ കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സിംസാറുൽ ഹക്ക് ഹുദവി എന്ന് പറയുമ്പോൾ ഒരു മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിയും, ഒരു തീവ്രവാദിയുടെ. മഅദനിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് തെളിയും, ഒരു തീവ്രവാദി, ഒരു ക്രൂര മുഖം അല്ലെങ്കിൽ ഒരു വളരെ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മുഖം അവിടെ വരുന്നുണ്ട്. പല ആളുകളുണ്ട്. ഞാൻ ഇനിയും പേരെടുത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ മതിയാവില്ല, അത്രയും എണ്ണം ഉണ്ടല്ലോ ഈ തീവ്രവാദികൾ. നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. തൽക്കാലം അതിലെ പ്രമുഖരുടെ പേര് മാത്രമേ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പേര് പറയുമ്പോൾ, ഒരു വ്യക്തി, ഒരു തീവ്രവാദിയുടെ പേര് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു രൂപം വരുമ്പോൾ അതൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു യഹിയ സിൻവറിൻ്റെ ഒരു പേര് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിത്രം വരുന്നില്ല എന്നത് തന്നെയാണ് സിൻവറിൻ്റെ ഒരു പ്രത്യേകത. സിൻവർ ഒരു വളരെ ക്വയറ്റായിട്ട് നടന്നുകൊണ്ട് കാര്യങ്ങൾ ഇതേപോലെ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കാൻ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരാളാണ് എന്നതാണ് ഇസ്രായേൽ പോലും സമ്മതിക്കുന്നത്. ഈ യഹിയ സിൻവറിനെ കൈമാറ്റം ചെയ്യുന്ന ഒരു പീസ് കീപ്പിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രിസണർ ഡീൽ ഒരു പ്രോഗ്രാം പോലും ഇടയ്ക്ക് നടന്നിട്ടാണ് ഇദ്ദേഹം അവിടെ ജയിൽ മോചിതനായിട്ട് തിരിച്ച് പാലസ്തീനിലേക്ക് വരുന്നത്, ഗസയിലേക്ക് വരുന്നത്. അതിന് കാരണം ഇതുപോലെയുള്ള അറ്റാക്കുകൾ നടത്തിക്കൊണ്ടേയിരുന്നു. അവരുടെ സൂയിസൈഡ് ബോംബിങ് വലിയ തോതിൽ നടത്തുന്നതിലൊക്കെ പങ്കുവഹിച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്ന ഈ സിൻവർ. അതിൽ വലിയ പ്രശ്നം ഉണ്ടാവുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അങ്ങനെ ഇസ്രായേൽ പിടിച്ചു കെട്ടുന്ന ഒരു അവസ്ഥ ഒരിക്കലുണ്ടായി. അങ്ങനെ അതിനെ ആളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മറ്റൊരു ഭീകരാക്രമണം നടത്തിക്കൊണ്ട് ഒരു വിലപേശൽ നടത്തിയിട്ടാണ് ഇദ്ദേഹം പുറത്തേക്ക് വരുന്നത്. അന്ന് വന്നപ്പോൾ
ഇവർ ധരിച്ചത് ഏതാണ്ട് 10-14-20 വർഷത്തോളം ജയിലിൽ കടന്നിട്ടാണ് ആൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇസ്രായേൽ ധരിച്ചത് ഇയാളാകെ മാറിയിട്ടുണ്ട്, ഇപ്പോൾ വളരെ ശാന്തനാണ്, ഒന്നും മിണ്ടുന്നില്ല, കുട്ടി ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല എന്നൊരു ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്ന് ഇസ്രായേലും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരവസ്ഥ. അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒക്ടോബർ 7 സംഭവിച്ച ആ ഒരു ഭീകരാക്രമണവും അതിനെ തുടർന്ന് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു തലത്തിലെത്തി നിൽക്കുന്ന യുദ്ധവും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഈ ഒരു വിഷയത്തിന് വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സിൻവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഹമാസ് മൊത്തത്തിൽ പറഞ്ഞു വെച്ച കാര്യം എന്ന് പറയുന്നത് 2005 അവിടെ നിന്നും ഗാസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറി അവരുടെ ശവക്കുഴി പോലും തോണ്ടിയെടുത്തുകൊണ്ട് തിരിച്ച് ഇസ്രായേലിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ട്? അവിടെ വിട്ടൊഴിവാകുകയാണ്, അവരുടെ സെറ്റിൽമെൻറ്റ്സ് അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നു. എന്താണ് ലാൻഡ് ഫോർ പീസ് എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ പീസ് ഫോർ ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു രീതി. യുദ്ധം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ലാൻഡ് പിടിച്ചെടുക്കുന്നു, സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് സമാധാനം ഉറപ്പ് കൊടുത്താൽ ആ ലാൻഡ് വിട്ടുകൊടുത്തുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു രീതി ഇസ്രായേൽ പിന്തുടർന്നിരുന്ന ഒരു രീതിയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അവർ അവിടുന്ന് വിട്ടുപോകുന്നു 2005 ഗാസയിൽ നിന്നും. അങ്ങനെ പോയതിന് ശേഷവും അവിടെ അത് ബിൽഡപ്പ് ചെയ്ത് മുകളിലേക്ക് വരുന്ന ആ സമയത്തും അവിടെ ഇരുന്നുകൊണ്ട് ഇവർ വിഭാവനം ചെയ്തത് ഇത് പോരാ, നമുക്ക് ഇസ്രായേൽ മൊത്തം പിടിക്കണം, ആ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന ആ ഒരു ജനോസൈഡൽ കോൾ അത് നടത്തിക്കൊണ്ട് ഇസ്രായേലിനെ മൊത്തം ഇല്ലായ്മ ചെയ്യണം, ജൂതന്മാരെ മൊത്തം കൊന്നു തീർക്കണം എന്ന ഒരു ലക്ഷ്യവുമായിട്ട് നടന്നു നീങ്ങിയ ഒരു കൂട്ടം ആളുകളുടെ നേതാവായിരുന്നു, അല്ലെങ്കിൽ ആ പണിയായിരുന്നു ഈ സിൻവർ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് സിൻവറിൻ്റെ ഒരു നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, ഈ മാപ്പിൽ കാണുന്ന ഈ ഏരിയയിലേക്ക് ഇസ്രായേൽ അങ്ങ് സീറോ ഇൻ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ ആ ഭാഗത്ത് റഫ ഭാഗത്ത് മേഖലയിൽ അറ്റാക്ക് അവിടെ ഘടിപ്പിക്കുമ്പോൾ, ഖാൻ യൂനിസ് എന്നൊക്കെ പറയുന്ന ആ ഒരു മേഖലയിൽ ഘടിപ്പിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി സംഭവിക്കാൻ പോകുന്നത് സിൻവറിനെ പിടികൂടും എന്നുള്ള ഒരു സംഗതി തന്നെയാണ് ആഗോളതലത്തിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതിനോടകം തന്നെ പുള്ളി അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. കാരണം ഇദ്ദേഹം ഈ ടണൽ നെറ്റ്വർക്കിൻ്റെ വലിയൊരു വിദഗ്ധനായതുകൊണ്ട് തന്നെ വളരെ വിദഗ്ധമായിട്ട് പെരിച്ചാഴി കണക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രൂപവും അങ്ങനെ ഒരു നിലനിൽപ്പുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു അവസ്ഥ പോലെ ഉള്ളപ്പോഴാണ് ആ സംഗതി അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇതുപോലെയുള്ള പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് ഇറക്കിക്കൊണ്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ലെവലിലേക്കും കൂടി വെച്ച് നീട്ടിക്കൊണ്ട് ഈ മൊത്തത്തിൽ നടന്ന വിഷയങ്ങളെ ലഘൂകരിക്കുവാനും, അതിൽ പ്രധാനമായിട്ട് ഈ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആ ടെററിസ്റ്റ് അറ്റാക്കിൽ പ്രത്യേകിച്ച് അതിനകത്ത് ആ സെക്ഷൽ വയലൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്ത രീതി അതിനെ പോലും നിസ്സാരവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ തമസ്കരിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവെക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ മുഖമൊന്നും ഇവിടെ മറക്കാൻ കഴിയില്ല. ഷാനി ലുക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു പെൺകുട്ടിയും ആ കുട്ടി അവിടെ കൊല്ലപ്പെട്ട രീതിയും പെൺകുട്ടിയുടെ ശവശരീരം ആ ട്രക്കിൽ ഉന്തിക്കൊണ്ട് പോകുമ്പോൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് അവിടെ അള്ളാഹു അക്ബർ വിളിക്കാൻ മറന്നിട്ടില്ല കേട്ടോ, അത് നമ്മൾ ഓർക്കണം. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഇസ്ലാമികമായിട്ട് അവിടെ ഉന്തിയും തള്ളിയും കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ മനസ്സിലുണ്ടാകണം. ഇത് മറക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറയാനുള്ളത്. കാരണം എന്താണ്, ഇവിടെ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം. ഒക്ടോബർ 7 അപ്പോൾ ഈ പ്രശ്നം തുടങ്ങിയത്, അതിന് മുന്നേ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കാക്കാമാർ ഇതിനെ വെളുപ്പിക്കാൻ വരും. ഒക്ടോബർ 7 മുന്നേ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു സീസ് ഫയർ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അന്ന് സിൻവർ പോലെയുള്ള ആളുകൾ അതിനെ വിശേഷിപ്പിച്ചത് അതൊരു വയലൻറ്റ് ഇക്വിലിബ്രിയം എന്ന ഒരു വിളിപ്പേര് അതിനിട്ടുകൊണ്ട് ഇത് ശരിയാവില്ല, നമുക്ക് ഇച്ചിരി യുദ്ധമൊക്കെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച ആൾ ആരാണ്? അത് ഈ സിൻവറെ പോലെയുള്ള ആളുകൾ തന്നെയാണ്. അതിന് ഇറങ്ങി തിരിച്ചത് ഹമാസ് തന്നെയാണ്. കാരണം 2 കാരണങ്ങൾ. ഒന്ന്, ഈ യുദ്ധമുണ്ടെങ്കിലാണ് ഹമാസിൻ്റെ പോക്കറ്റിലേക്ക് ഈ തൊട്ട് വീഴുകയുള്ളൂ എന്നതാണ് പ്രശ്നം. ജോർജ് കുട്ടി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പോൾ എനിക്കും വേണ്ട സാധനം തന്നെയാണ് ജോർജ് കുട്ടി, അതിപ്പോൾ ഹമാസിനും വേണ്ടത് ജോർജ് കുട്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ യുദ്ധവുമായിട്ട് അവർ ഇറങ്ങിയത്. ഞാനും ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അവിടെ ആ ഒരു ഒക്ടോബർ 7 മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സീസ് ഫയർ തന്നെയായിരുന്നു. സമാധാന ശ്രമങ്ങൾ 2005 ശേഷം അവിടെ ഉണ്ടായിരുന്നു. ഗാസ ഭരിച്ചുകൊണ്ടിരുന്നത് ഇതേ ഹമാസ് തന്നെയായിരുന്നു. പക്ഷേ ഗാസയിലുണ്ടായിരുന്ന പൊതുജനം അവർ ഹമാസിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം എന്താണ്, അവരാദ്യം വലിയൊരു ജനാധിപത്യവാദികളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നെങ്കിലും പിന്നീട് അവർ വലിയ തോതിൽ ടെറർ അഴിച്ചു വിട്ടുകൊണ്ട് ജനങ്ങളെ തന്നെ പേടിപ്പിച്ച് ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് വരികയും യഥാർത്ഥ ഇസ്ലാം അവർ പുറത്തെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതുമാണ് അവിടുത്തെ ജനങ്ങൾ കാണുന്നത്. ഗസയിലെ ജനങ്ങൾ തന്നെ കാണുന്ന അവസ്ഥയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ പോലും ഈ ഹമാസിനെതിരെ തിരിയുന്ന കാഴ്ചയും, അതുമാത്രമല്ല തൊട്ടപ്പുറത്ത് നമ്മൾ വെസ്റ്റ് ബാങ്കിലുള്ള ബാക്കിയുള്ള ആളുകൾ PLO അവർ മറ്റു പാർട്ടിയിലുള്ള ആളുകളും അവർ തമ്മിൽ
തമ്മിൽ തല്ലി കൊന്നുകൊണ്ടിരുന്ന ഒരു മേഖല, ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഒക്ടോബർ 7 വരെ ഇവിടെ ഉണ്ടായിരുന്നത്. ലെബനോനിൽ ഉണ്ടായിരുന്ന പാലസ്തീൻ റിഫ്യൂജി ക്യാമ്പിൽ ഈ ഒക്ടോബർ 7 ഏതാനും ആഴ്ചകൾക്ക് മുന്നെയാണ് പരസ്പരം വെടിവെച്ചും ബോംബിട്ടും ഏതാണ്ട് 10-20ഓളം ആളുകളെ കൊന്ന് തള്ളിയത്. അന്ന് ആരും ഇവിടെ പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയിട്ടില്ല. അന്ന് ആരും ഇവിടെ സേവ് പാലസ്തീൻ ഗാസ എന്ന് പറഞ്ഞിട്ട് ആരും നിലവിളിച്ചിട്ടില്ല. അന്ന് എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു. കാരണം എന്താണ്? അന്ന് കൊന്നതും കൊല്ലപ്പെട്ടവനും രണ്ടും ഇതേ പലസ്തീനികൾ തന്നെയായിരുന്നു. ഗാസക്കാർ വെസ്റ്റ് ബാങ്കുകാരെ കൊല്ലുന്നു, വെസ്റ്റ് ബാങ്കുകാർ ഗാസക്കാരെ കൊല്ലുന്നു. അതായിരുന്നു അവിടെ ആ ഒക്ടോബർ 7 വരെ നടന്നുകൊണ്ടിരുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ ഇവർ യഥാർത്ഥത്തിൽ ഒരു പീസ് ലവിങ് ഒരു പോപ്പുലേഷൻ അല്ല എന്നത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇവിടെ ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒക്ടോബർ 7 മുന്നേ എങ്ങനെയായിരുന്നു ഗസ ഉണ്ടായിരുന്നത് എന്ന്. ഇത് മിഡിൽ ഈസ്റ്റ് ഐയും അതുപോലെ തന്നെ അൽ ജസീറയും ഒക്കെ തന്നെ പുറത്തുവിട്ടിട്ടുള്ള ചിത്രങ്ങളാണ്. ഞാൻ എവിടെ നിന്ന് കുത്തിപ്പൊക്കി ഏതെങ്കിലും സംഘി മീഡിയയിൽ നിന്നും എടുത്തിട്ടുള്ള സാധനമല്ല, ഇസ്രായേലിൻ്റെ മീഡിയയിൽ നിന്നും എടുത്തിട്ടുള്ളതല്ല. ചിത്രങ്ങൾ നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ കിടക്കുന്നത്. ഇത്രയേ ടൈപ്പ് ചെയ്യേണ്ടതുള്ളൂ: ഗസ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്ടോബർ 7 എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചിത്രങ്ങൾ കാണും. അതായത് അവിടെ ആ ഒരു ഹ്യൂമൻ ലൈഫ് അതിന് ഫ്ലറിഷ് ചെയ്യുന്നതിൻ്റെ എല്ലാ ചിഹ്നങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും അവിടെ കണ്ട് തുടങ്ങിയിരുന്ന ഒരു കാലഘട്ടം, ആളുകൾ സമാധാനപൂർവ്വം ജീവിച്ചു തുടങ്ങിയിരുന്ന ഒരു സമയം, അത് നിങ്ങൾക്ക് അവിടെ കാണാം. അത് ആ ചിത്രത്തിൽ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് അതൊന്നും അവിടെ ഇല്ല. അതെല്ലാം തച്ച് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. എന്താ കാരണം? കാരണം നമ്മൾ ഈ പുറമേ കാണുന്ന ഓരോ ബിൽഡിങ്ങിൻ്റെയും അടിയിലൂടെ പോയിക്കൊണ്ടിരുന്നത് ടണലുകൾ തന്നെയായിരുന്നു. അത് പണിതത് ആരാണ്? അത് ഈ ഹമാസ് ആയിരുന്നു. ഹമാസ് അത് പണിതത് എങ്ങനെയാണ്? അത് ഈ ബിൽഡിങ്ങുകളിൽ ജീവിക്കുന്ന, സ്കൂളിൽ പോകുന്ന, നഴ്സറിയിൽ ഉള്ള, ഹോസ്പിറ്റലിലുള്ള ഓരോ ആളുകൾക്കും അവർക്ക് അവകാശപ്പെട്ട എയ്ഡ് മണി അത് ഉപയോഗിച്ചുകൊണ്ട്, ദുരുപയോഗം ചെയ്തുകൊണ്ട്, അത് വകമാറ്റിക്കൊണ്ട് അത് വെച്ചിട്ടാണ് ഇവിടെ ടണൽ പണിതുകൊണ്ടിരുന്നത് എന്നും കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഉയർന്നു കേൾക്കുന്ന 2-3 കാര്യങ്ങൾ ഞാനത് ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ, ഈ പുസ്തകം എന്തുകൊണ്ട് ഇവിടെ വായിക്കരുത്, ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണമാണ്. നമ്മളൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ അതൊരിക്കലും ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനോ അതല്ലെങ്കിൽ ഭീകരവാദികളെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനോ ആകരുത്. അതൊരു ക്രൈം ആയതുകൊണ്ട് അത് പാടില്ല എന്ന നിലപാട് തന്നെയാണ് നമുക്കിവിടെ എടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുസ്തക പരിചയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ പുസ്തകം, ഇത് നിങ്ങൾ ഒരിക്കലും പരിചയപ്പെടാൻ പാടില്ലാത്ത പുസ്തകമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇതൊരിക്കലും കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന ഓരോ മുസ്ലിമും അവൻ്റെ ഉള്ളിൽ ഒരു ജിഹാദി ഒരു സ്ഫുരണം ഉണ്ടാകാനും അതിൻ്റെ ഭാഗമായിട്ട് അവനൊരു ജിഹാദിയായി മാറാനും വരെയുള്ള സാധ്യത ഇവിടെ ഉണ്ടാകും. അത് ഇവിടെയുള്ള ഓരോ മുസ്ലിമിനെയും തീവ്രവാദിയാക്കുന്ന ആ പ്രോസസ്സിനെ, അതിനെ ത്വരിതപ്പെടുത്താനും അവർ പെട്ടെന്ന് തന്നെ തീവ്രവാദിയായിട്ട് മാറാനുള്ള ഒരു അവസരമാണ് ഇവിടെ സൃഷ്ടിക്കുക. അത് പാടില്ല. ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അഴകുഴമ്പൻ മുസ്ലിം അവൻ ഇസ്ലാം തൽക്കാലം പഠിക്കാതിരിക്കണമാണ് നല്ലത്. പഠിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള വേദികളിൽ നിന്ന് അവൻ പഠിച്ചു കഴിഞ്ഞാൽ അവൻ തീവ്രവാദിയാകും. പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എക്സ് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും പഠിച്ചോട്ടെ, എന്നാൽ അവൻ മതം വിട്ടോളും. ചില കാക്കാമാരൊക്കെ നമ്മുടെ അടുത്തുനിന്ന് മതം പഠിച്ചിട്ട് അവർ വലിയ വിശ്വാസികളായി എന്നാണ് കേട്ടോ പറയുന്നത്. ഏതായാലും നല്ല കാര്യം, അങ്ങനെയെങ്കിലും മതം പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് സീസ് ഫയർ, വെടിനിർത്തൽ. ഞാൻ പറഞ്ഞു 2005 അവർ പോയതിന് ശേഷം 2023 ഒക്ടോബർ 7 വരെയും അവിടെ ഉണ്ടായിരുന്നത് വെടിനിർത്തൽ തന്നെയായിരുന്നു. അതിടയ്ക്ക് ഹമാസ് തന്നെയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ലംഘിച്ചുകൊണ്ടിരുന്നത് എന്നത് ഒന്നാമത്തെ വിഷയം. അപ്പോൾ ഒക്ടോബർ 7 ഈ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്, ഈ ഭീകരവാദ ആക്രമണം നടത്തിക്കൊണ്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് ആരാണ്? അത് നമ്മളെ ഈ ഹമാസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ ചോദിക്കാനും പറയാനൊന്നുമില്ല. ഇനി അടുത്തത് 2 നേഷൻ എന്ന് പറയുന്നൊരു സംഗതി. ഇപ്പോൾ പറയുന്നത് അതാണ്. പാലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നത്, അത് തടഞ്ഞത് ആരാണ്? തടഞ്ഞത് ഇതേ പലസ്തീനികളും അറബികളും കൂടിയാണത് തടഞ്ഞത്. 1937 മുതൽ അത് തടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓരോ തവണയും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യവും അതുപോലെ ഇപ്പുറത്ത് ഒരു പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യവുമായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രൊപ്പോസൽ മുന്നോട്ട് വെക്കുമ്പോഴും ഓരോ കാലഘട്ടത്തിലും അത് മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നപ്പോൾ 37 മുതൽ വെച്ചുകൊണ്ടിരിക്കുന്നു, 48 വെക്കുന്നു, 67 വെക്കുന്നു, അങ്ങനെ പല പല സമയങ്ങളിലായിട്ട് വെക്കുന്നു. ഏറ്റവും ഒടുവിൽ 93-ലും 2000-ലും ഒക്കെ നമ്മൾ കാണുന്നു. ആ ഓരോ ഘട്ടത്തിലും നമ്മൾ കാണുന്നത് എന്താണ്? അത് പറ്റില്ല, നമുക്ക് ഈ എല്ലാം വേണം, അവിടെ ഇസ്രായേൽ പാടില്ല,
നമുക്ക് റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന ആ ഒരു സ്ലോഗൻ എടുത്തു വെച്ചിട്ടാണ് അവർ മുന്നോട്ട് വന്നിരുന്നത്. പണി ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് 1967 ബോർഡർ പ്രകാരമുള്ള സാധനം മതി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഈ ബോർഡർ എവിടെയാണോ ഉള്ളത് അതാണ് ഇപ്പോഴത്തെ ചോദ്യം. കാരണം ഈ ബോർഡർ അന്ന് പറ്റില്ല എന്ന് പറഞ്ഞു പോയ ആളുകളും അത് വേണ്ട എന്ന് പറഞ്ഞു വെച്ച ആളുകളും ഇതേ അറബികളും ഇതേ പാലസ്തീനികളും തന്നെയാണ് എന്ന് വരുന്നിടത്താണ് ഇനി മറ്റേത് മതി എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ബസ് വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് സീറ്റൊക്കെ ഉണ്ട്, പക്ഷേ പോരാ, ബസ്സിന് ഒരു കുളൂസ് പോരാ, അടുത്ത ബസ് വരുമ്പോൾ നമുക്ക് കയറാമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. പിന്നെ വരുന്ന ഓരോ ബസ്സും ആൾ തിങ്ങിക്കൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറയാണ് ഇത് പറ്റൂല, നമുക്ക് ആദ്യം വന്ന ബസ് മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ ബസ് പോയി, ആ ബസ്സിന് കിട്ടില്ല, യു മിസ്ഡ് ദ ബസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ മുന്നിൽ വരുന്ന ആ ഒരു സമാധാനം എന്ന് പറയുന്ന സാധനത്തിന് മുന്നിൽ പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബസ്സിൽ തന്നെ നമ്മൾ കയറുമായിരുന്നു. പക്ഷേ ഇവിടെ അറബികളും പാലസ്തീനികളും ചെയ്തത് അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവരപ്പോഴും പാടിക്കൊണ്ട് നടന്നിരുന്നത്, അവരുടെ കുട്ടികളെ പാടി ഉറക്കിയിരുന്നത് ഈ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന ആ ഒരു സ്ലോഗൻ പാടിക്കൊണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. ഇനി 2005 എന്ന് പറയുന്ന ഒരു വർഷം, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം 2005 ഇസ്രായേൽ ഗാസയിൽ നിന്നും പിന്മാറിയത്. ഇന്നും കാക്കാമാർക്ക് ഇപ്പോഴും ഈ വിഷയം അറിയില്ല. ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കാക്കാൻ എന്ന് പറയുന്നതിൻ്റെ 2 കാരണമുണ്ട്. ഒന്ന്, മറ്റുള്ള വാക്ക്, അതിൻ്റെ ഒറിജിനൽ വാക്ക് അധികം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് പല പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂട്യൂബിനെ ജസ്റ്റ് ഒന്ന് കാര്യം അവർക്ക് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് അത് ആ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രശ്നം ഇപ്പോൾ നേരിടുന്നത് ഇതിൻ്റെ സബ് ടൈറ്റിൽ വരുന്ന സമയത്ത് ഈ കാക്കാൻ എന്ന് പറയുന്നിടത്ത് മുഴുവൻ ക്രോ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആളുകളൊന്ന് മനസ്സിലാക്കുക, ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കാക്കമാർക്ക്, വിശ്വാസികൾക്ക് അറിയില്ല 2005 എന്താ സംഭവിച്ചതെന്നുള്ളത്. ഗാസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറിയത് അന്നാണ്, ആ വർഷത്തിലാണ്. അവർ മാറിയിരിക്കുന്നു, അവിടെ ഇല്ല. അതിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അത് ഹമാസായിരുന്നു. ഹമാസാണ് അവിടുത്തെ പ്രധാനമന്ത്രിയും അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ ആ നാട് മുടിപ്പിച്ചു. അവർക്കുണ്ടായിരുന്ന പണം മുഴുവൻ അവർ വകമാറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ടണൽ പണിത് അവിടെ ആ നാട് മുടിച്ചു എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ ഹമാസ് പറയുന്നത് ഞങ്ങൾക്ക് 2 നേഷൻ വേണം, അതല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പഴയ പോലെ ഈ സാധനമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തക്കിയ ഇറക്കിക്കൊണ്ടാണ് സത്യത്തിൽ അവർ ഇസ്രായേലുമായിട്ട് ചങ്ങാത്തത്തിന് കൂടിയതും. അത് ദുരുപയോഗിച്ചാണ് ഈ തക്കിയയിലൂടെയാണ് സത്യത്തിൽ ഒക്ടോബർ 7 ഈ പരിപാടിക്ക് അവർ ഇറങ്ങിത്തിരിച്ചതും. അവരെ വിശ്വസിച്ചു പോയി എന്നതാണ് ഇസ്രായേൽ നടത്തിയ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റായിട്ട് ഇന്ന് ലോകം വിലയിരുത്തുന്നത്. അതിൽ ഹമാസിൻ്റെ ചാർട്ടറിൽ ഇപ്പോഴും എഴുതി വച്ചിരിക്കുന്ന സാധനം ഇതാണ്: Israel will exist and will continue to exist until Islam will obliterate it, just as it obliterated others before it. ഇതാണ് അവരുടെ ഹമാസിൻ്റെ ആ ചാർട്ടറിൻ്റെ പ്രിയാമ്പിളായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്. The day of judgment will not come about until Muslims fight Jews and kill them. ഇതൊരു ഹദീസും കൂടിയാണ്. ആർട്ടിക്കിൾ 7 ഹമാസിൻ്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതായത് ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണം. പച്ചയായ ജനോസൈഡ്, ഇവിടെ ജനോസൈഡ് പാലസ്തീനികളെ നടത്തുന്നതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ജനോസൈഡ് നടത്തണമെന്നും അതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ജൂതന്മാരോട് ഉണ്ടാകാനേ പാടില്ല എന്നും എഴുതി വെച്ചിട്ട് നടക്കുന്നത് ആരാണ്? അത് ഈ കാക്കാമാരാണ്. ഹമാസ് റിഗാർഡ്സ് ഇറ്റ്സെൽഫ് ദ സ്പിയർ ഹെഡ് ആൻഡ് ദ വാൻഗാർഡ് ഓഫ് ദ സർക്കിൾ ഓഫ് struggle against world Zionism. Islamic groups all over the Arab world should also do the same, since they are best equipped for their future role in the fight against the war-mongering Jews എന്നാണ് പറഞ്ഞു വെച്ചത്. ഒന്നാമത്തെ കാര്യം, ഈ ജ്യൂസ് ഒരിക്കലും തന്നെ വാർ മൊങ്കറിങ് ആയിരുന്നില്ല. അവർ സമാധാനത്തിന് വേണ്ടി തന്നെയാണ് മുന്നോട്ട് നിന്നിട്ടുള്ളൂ. അത് തന്നെയാണ് ചരിത്രം ഇവിടെ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതെല്ലാം ഹമാസിൻ്റെ ചാർട്ടറിൽ അവരുടെ ആ മെയിൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള സാധനമാണ്. ഇനി അവിടെയാണ് നമ്മൾ ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും ആ വ്യൂ പോയിൻറ്റ്സും കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്യേണ്ടത്. അവിടെ ഇസ്രായേൽ പറയുന്നത് എന്താണ്? വി എക്സ്റ്റെൻഡ് അവർ ഹാൻഡ് ടു ഓൾ നൈബറിംഗ് സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ പീപ്പിൾ ഇൻ ആൻ ഓഫർ ഓഫ് പീസ് ആൻഡ് ഗുഡ് നൈബർഹുഡ്ലിനെസ്. ഇതാണ് നൈബർലിനെസ്, ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം അത് തന്നെയാണ്. അവർ സൗഹൃദം, അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം, അത് അവർ പറയുക മാത്രമല്ല, അത് അവർ സ്ഥാപിച്ചിരിക്കുന്നു. ഈജിപ്തുമായിട്ട് ആദ്യം സ്ഥാപിച്ചു, ജോർദനുമായിട്ട് അവർ ആദ്യം സ്ഥാപിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യ, UAE,
ബഹ്റൈൻ, ഒമാൻ, അതുപോലെയുള്ള ഓരോരോ രാജ്യങ്ങളുമായിട്ട് അവർ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് അവിടെ കാണുന്നത്. ഇന്നിപ്പോൾ നിലവിൽ ഇസ്രായേലുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ വിമുഖത കാണിച്ചു നിൽക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഇറാന്, പിന്നെ ഈ പറയുന്ന പാലസ്തീനികൾ മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾ എല്ലാവരും തന്നെ, ഖത്തറും ഒരു പരിധി വരെയൊക്കെ ഇപ്പോൾ മനസ്സോടെ നിൽക്കുന്ന അവസ്ഥയിലാണ്. എന്തായാലും അതും അധികം വൈകാതെ ഇതിലേക്ക് വരും. അപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഇറാൻ ഒറ്റപ്പെടും, അതോടൊപ്പം തന്നെ പാലസ്തീനികളെ അറബ് ലോകവും കൈയൊഴിയുന്ന ഒരു ഘട്ടമാണ്, പച്ചയായ ഘട്ടം ആണ് ഇനി വരാൻ പോകുന്നത്. അതും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം തനിയെ കെട്ടടങ്ങും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നിപ്പോൾ ഇത് എന്തുകൊണ്ട് ഹമാസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ തോതിലുള്ള സപ്പോർട്ട് ഈ ഒരു അറബ് മേഖലയിൽ നിന്ന് കിട്ടുന്നത് ഉണ്ടായിരുന്നു ഒരു കാലം വരേക്കും. പിന്നെ അതുകൂടാതെ ഇവർ ഉയർത്തി വെക്കുന്ന ഈ വിക്ടിം കാർഡ് വെച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു ശ്രദ്ധ, അത് രണ്ടും ഈ ഒരു പ്രശ്നത്തോടു കൂടി അവസാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പച്ചയായ ജൂത വിരുദ്ധത അവർ പറയുന്നത് ഇന്ന് ലോകം കയ്യോടെ പിടികൂടിയിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അടുത്തൊരു തവണയും കൂടി അതിനുള്ളൊരു ആയുസ് ഈ ഫലസ്തീനികൾക്കില്ല എന്നതാണ് ഇവിടെ കണ്ടുവരുന്നൊരു കാര്യം. അതിലേക്ക് വഴിവെച്ചത് ഈ ഹമാസ് തന്നെയാണ്. ഇനി ഹമാസ് പറയുന്നത് എന്താണ്? ദർ ഇസ് നോ സൊല്യൂഷൻ ഫോർ ദ പാലസ്തീനിയൻ ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് ത്രൂ ജിഹാദ് എന്ന് പറഞ്ഞാണ്. എന്താണ് ആ ജിഹാദിൻ്റെ ലക്ഷ്യം? ജൂതന്മാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക. അതെവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഹമാസിൻ്റെ ചാർട്ടറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഓരോ ജൂതനെയും കൊന്നു തള്ളുന്നത് വരേക്കും അവിടെ ഒരു ലോകാവസാനം പോലും സംഭവിക്കില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ. അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മതമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതാണ്. ഇത് പറയാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നിടത്തോളം ഇതിലൊരു വ്യത്യാസം ഉണ്ടാവും പോകുന്നില്ല. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അറബ് ലോകം അവരുടെ പാഠപുസ്തകങ്ങളിൽ പോലും ജൂതവിരുദ്ധത ഉണ്ടായിരുന്നത് മാറ്റി എഴുതി കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങിയത്. കാരണം ഇത് മതമാണ് ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഇന്ത്യയിൽ ഇരിക്കുന്ന, അതല്ലെങ്കിൽ ഈ ലിബറലുകൾ എന്നൊക്കെ സ്വയം വിളിക്കുന്ന ആളുകൾക്ക് സമ്മതിക്കാൻ മടിയുണ്ട് എങ്കിലും ഈ വിഷയത്തിൽ ഒരു കാലത്ത് ഇതിൻ്റെ മുൻനിര പോരാട്ടം നടത്തിയിരുന്ന ആളുകൾ, അറബ് രാഷ്ട്രങ്ങൾ, അവർക്കത് പച്ചയ്ക്ക് അറിയുന്നൊരു വിഷയമായതുകൊണ്ട് അവരത് തിരുത്തുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതിപ്പോൾ ബാക്കിയുള്ള ലിബറലുകൾ അത് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും അവർ ചെയ്യാനുള്ളത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആശ്വസിക്കാം. നിങ്ങളുടെ സമ്മതമൊന്നും അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം അത് മനസ്സിലാക്കേണ്ട ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ പ്രശ്നം. ഭാഗ്യത്തിന് അതവിടെ സംഭവിക്കുന്നു എന്നത് നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് എന്നതാണ് ഒരു ഭാഗം. ഇനി മറ്റൊരു വശം, ഈ ഒക്ടോബർ 7 നടന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇതിൽ പണി കൊടുത്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2005 ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് പാലസ്തീനിൽ നിന്നും ഇസ്രായേലിലേക്ക് പോയിക്കൊണ്ട് ജോലി ചെയ്യുന്നതിനുള്ള വർക്ക് വിസ കൊടുക്കുന്നൊരു പരിപാടി അത് ഇസ്രായേൽ കൊടുത്തിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഹമാസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പോലും, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അവർ ഈ പാലസ്തീനിൽ നിന്നും ഗസയിൽ നിന്നും ഇസ്രായേലിൽ പോയിട്ട് ജോലി ചെയ്തിരുന്നു. അങ്ങനെ അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളാണ് ഒക്ടോബർ 7 അവിടെ കൊല്ലാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. അവരാണ് തോക്കുമായിട്ട് നടന്ന് വെടിയുതിർത്ത് നടന്നത്. അവർ ജോലി ചെയ്തിരുന്ന സ്ഥലത്തും അവരുടെ താമസിച്ചിരുന്നതിൻ്റെ തൊട്ടടുത്തും അവരുടെ സുഹൃത്തുക്കൾ ആയിട്ടുണ്ടായിരുന്ന ജൂതന്മാരുടെ വീട്ടിലൊക്കെ കയറിക്കൊണ്ട് അവിടെയുള്ള ആളുകളെ കൊന്നു തള്ളിയതും അവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതും അവിടെയുള്ള കുട്ടികളെ പെച്ചി ചീന്തിയതും ഇതേ കാക്കാമാർ തന്നെയാണ്. അവരെവിടെ നിന്നാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? ഇതേ വിസ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നും കൂടിയുള്ള ഒരു വാർത്ത, ചിത്രം അതും കൂടി പുറത്ത് വരുമ്പോഴാണ് നമ്മൾ പറയാറുള്ള ഡയലോഗ് നമ്മൾ വീണ്ടും പറയേണ്ടി വരുന്നത്. മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ആ വാദം ബലപ്പെടുന്നത് ഇങ്ങനെയാണ്. അത് ബലപ്പെടുത്തുന്നത് കാക്കന്മാരാണ്. ആ കാക്കന്മാർ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അതിങ്ങനെയാണ്. അത് ഇവിടെ ചെയ്ത് നമ്മളെ കാണിച്ച് തന്നിരിക്കുകയാണ്. ഞാൻ നമ്മുടെ ചാനലിൽ ഒരു ജൂത വനിതയുമായിട്ട് നടത്തിയ ആ സംഭാഷണത്തിൽ അവരും അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് അവരുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന ആൾ പോലും ഒരു ഘട്ടം ഈ ഒരു സമയമായപ്പോഴേക്കും തിരിഞ്ഞു നിന്ന് ജൂതന്മാരെ വെട്ടിക്കൊല്ലുന്ന കാഴ്ചയാണ് അവർക്ക് പോലും കാണേണ്ടി വന്നത്. ഇത് നമ്മളിവിടെ കേൾക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഈ കാക്കമാരെ വിശ്വസിക്കാൻ കൊള്ളുക എന്ന് ഈ ലോകം ചോദിക്കുന്നൊരു ഘട്ടത്തിലെത്തുമ്പോൾ ആ ചോദിക്കുന്ന ആളുകളെ ചൂണ്ടിയിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സംഗതിയൊന്നും ഇനി വിലപ്പോകില്ല, ആ പരിപ്പ് വേവാൻ പോകുന്നില്ല എന്ന് പറയുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ ഉദാഹരണം. കാരണം അത് ഇസ്രായേലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ആ പണി കൊടുത്തത് ഒക്ടോബർ 7 ആ ഭീകരാക്രമണത്തിന് ഏറ്റവും കൂടുതൽ സഹായകമായ പണി ചെയ്തത്, അതിൽ പ്രവർത്തിച്ചത് അത് ഈ ഇസ്രായേലിൻ്റെ തന്നെ വിസ എടുത്തുകൊണ്ട് അതിനകത്ത് പോയി ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അവരാണ് ഈ ആക്രമിക്കാൻ വന്ന പല ആളുകൾക്കും വിരൽ
കാണിച്ച് ചൂണ്ടിക്കൊണ്ട് ഇത് ഇന്ന വീട്ടിൽ അവിടെ ഇത്ര ആളുണ്ട്, ഇന്ന വീട്ടിൽ ആ ആളുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടേ ഇരുന്നത് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് നമ്മളുടെ ഈ പറയുന്ന സിൻവർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് ഈ ഒരു ചുണ്ടലിയെ പോലെ അല്ലെങ്കിൽ ഒരു പെരിച്ചാഴിയെ പോലെ ഇന്നിപ്പോൾ ഓരോ ടണലിൽ നിന്നും മറ്റൊരു ടണലിലേക്ക് ഇതേപോലെ ഓടി ഒളിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ഈ വിഷയത്തിൽ ഒരു അന്ത്യം ഉണ്ടാകില്ല എന്നത് ഇസ്രായേൽ എന്തുകൊണ്ട് ഒരു ദൃഢ നിശ്ചയമായിട്ട് അവിടെ എടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇദ്ദേഹത്തെ വിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഒക്ടോബർ 7 നടന്ന ആ ഒരു ബ്ലഡ് ഷെഡ് ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു ടോപ്പ് 20 ടെററിസ്റ്റ് അറ്റാക്സ് എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് നമ്പർ 1 ആയിട്ട് എണ്ണുന്നത് ഈ ഒക്ടോബർ 7 ഈ ഒരു കോൾഡ് ബ്ലഡഡ് മസാക്കറാണ്. അതാണ് ഈ ഹമാസ് നടത്തിയ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് ഈ സിൻവർ എന്ന് പറയുന്നത്. ഈ സിൻവറിൻ്റെ പുസ്തകമാണ് ഇന്ന് നമ്മളിവിടെ മലയാളത്തിൽ പരിഭാഷ ചെയ്തിട്ട് അത് കൂടുതൽ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് വായിക്കാൻ ഇട നൽകിയിട്ട് കൂടുതൽ മലയാളികളെ റാഡിക്കലൈസ് ചെയ്യുന്നതിനും അവരെ ജിഹാദിലേക്ക് ആകർഷിക്കുന്നതിനും അവരെ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനും വഴിവെക്കുന്നത് എന്നത് നമ്മൾ പറയുന്നത് അതല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നിങ്ങൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകം തന്നെയാണ്, ഒരു സംശയമില്ല. ഇനി ഹമാസ് എന്ന് പറയുന്ന സംഘടന അത് എവിടെയെങ്കിലും തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചോദ്യം 2 ചോദ്യമാണ് നമ്മളവിടെ പറയാറുള്ളത്. തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമ്മതിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അതായത് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളുണ്ട്. US പ്രഖ്യാപിച്ചിട്ടുണ്ട് ടെററിസ്റ്റ് സംഘടനയായിട്ട് 1997 തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞ സംഗതിയാണ്. ഹമാസ് എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവിടെ UK അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ലോകത്തെ പല രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ UN മുന്നിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നു. ഓരോ ഹമാസ് ടെറർ ആക്ട്സും അവിടെ കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ടെറർ ആക്ട് എന്ന് തന്നെയാണ് അവർ വിളിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഹമാസിൻ്റെ ഡെസിഗ്നേഷൻ അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് എന്ന് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ എന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നു എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുങ്ങും, നിങ്ങൾ വല്ലാതെ കുടുങ്ങും. കാരണം എന്താണ്, ഇവിടുത്തെ RSS എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് സംഘടനയാണെന്ന് ലോകത്ത് അമേരിക്ക ലിസ്റ്റ് ചെയ്തിട്ടില്ല, UK ലിസ്റ്റ് ചെയ്തിട്ടില്ല, UN ലിസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് RSSനെ ഒരു ടെറർ ഓർഗനൈസേഷൻ എന്ന് നിങ്ങൾ വിളിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാനുള്ളൊരു വഴിയാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ഓഞ്ഞ കാരണങ്ങളൊന്നും പറഞ്ഞിട്ട് ഈ വഴിക്ക് എഴുന്നള്ളി വരണ്ട. ഇവിടെ നമ്മൾ പറയുന്നു ടെറർ അറ്റാക്ക് എന്താണെന്നും എന്താണ് ടെററിസത്തിൻ്റെ ഗ്രൗണ്ട് എന്നും ഉള്ളത് ഇവിടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കാലത്തോളം ഹമാസ് ഒരു ടെറർ ഓർഗനൈസേഷൻ ആണെന്ന് അനേകം രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും മാത്രമല്ല ഇവിടെ ISIS പോലെയുള്ള ഓർഗനൈസേഷൻ അവർ വന്ന സമയത്ത് അത് ഏതാണ്ട് 10 വർഷത്തോളം എനിക്ക് തോന്നുന്നൊരു അവർ ഓപ്പറേറ്റ് ചെയ്ത 10 വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 4-5 വർഷം അവർ ടെറർ ഓർഗനൈസേഷൻ ആണെന്ന് ലിസ്റ്റ് ചെയ്യാൻ തന്നെ സമയമെടുത്തു. അവർ 2-3 വർഷമാണ് അവർ ടെറർ ഓർഗനൈസേഷനായിട്ട് അവരുടെ ലിസ്റ്റിലേക്ക് UN ലിസ്റ്റിലേക്ക് കയറുന്നത് പോലും. സമാനമായ രീതിയിൽ ഇന്നിപ്പോൾ ഹമാസ് ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ രാജ്യങ്ങൾ ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നതോടുകൂടി ഹമാസിൻ്റെ നില പരുങ്ങലിലാകും. അതുപോലെ പല ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഹിസ്ബ് തഹരീറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു 10 വർഷമാണ് വെയിറ്റ് ചെയ്തിരുന്നത്. അതൊന്ന് തെളിവ് കിട്ടാനും അതിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവരാനും അവരെ ടെറർ ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിക്കാനും. അപ്പോൾ അതുകൊണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹമാസ് അതൊരു ടെറർ ഓർഗനൈസേഷനാണ്, തീവ്രവാദ സംഘടനയാണ്. അവർ നടത്തിയ അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കും യുദ്ധം എന്നൊക്കെ നിങ്ങൾ വിളിക്കുമെങ്കിലും അത് പണ്ട് മുഹമ്മദ് നബി നടത്തി എന്ന് നിങ്ങൾ പറയുന്ന യുദ്ധങ്ങളെ എങ്ങനെയാണത് യുദ്ധമല്ല, അത് വെറും കൊള്ളയായിരുന്നു എന്ന് നമ്മളിന്ന് തിരിച്ചറിയുന്നത്. അതുപോലെ നിങ്ങൾ തിരിച്ചറിയുന്നൊരു കാലം വരും. ഹമാസ് നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് യുദ്ധമല്ല, അത് ഭീകരവാദ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഭീകരവാദ പ്രവർത്തനത്തിൽ കൊല്ലപ്പെടുന്നത് പാലസ്തീനികളും കൂടിയാണ് എന്നും കൂടി നിങ്ങൾ ഓർക്കണം. അവരുടെ ആ തീവ്രവാദം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കുഴിച്ചുണ്ടാക്കിയിട്ടുള്ള ടണൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അപകടങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളും ഈ ഹോസ്പിറ്റലുകളുടെയും നഴ്സറിയുടെ ഒക്കെ അടിയിൽ നിന്ന് ഈ റോക്കറ്റ് വിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തിരിച്ച് അതിലേക്ക് വീഴുമ്പോൾ ആ ഹ്യൂമൻ ഷീൽഡ്സ് ആയിട്ട് അവരെ വെച്ചുകൊണ്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ പോലും മരിച്ചു വീഴുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതിൽ ഇരകളാകുന്നത് സാധാരണ ജനങ്ങളാണ്, പാലസ്തീനികൾ കൂടിയാണ്. ഇന്ന് പാലസ്തീനിയൻ ജനത അത് തള്ളിപ്പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്നും കൂടിയാണ് നമ്മൾ കാണേണ്ടത്. അതുകൂടാതെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയായിട്ടുള്ള യഹിയ സിൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു ആഗോള ഭീകരൻ തന്നെയാണ്. അദ്ദേഹത്തെ ഒരു ഭീകരവാദിയായിട്ട് തന്നെയാണ് ലോകം ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ
എണ്ണിയിട്ടിട്ടുള്ളത്. അത് മനസ്സിലാക്കാതെ ഇതുപോലെ അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് തെറ്റായ സന്ദേശമാണ്. അതിന് വഴിവെച്ച് കൊടുക്കുന്നത് കേരളത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കാണുന്നൊരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത് കേരളം ഇതുപോലെ തീവ്രവാദത്തിന് വലിയ തോതിൽ ഒരു സഹായകമാകുന്ന മണ്ണാണ്, അല്ലെങ്കിൽ ദ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് മാറ്റിയിട്ട് ദ ടെററിസ്റ്റ് ഓൺ കൺട്രി എന്ന് വിളിക്കേണ്ടി വരുന്നത് അവിടെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കേരള സ്റ്റോറിയുടെ കാര്യം. എങ്ങനെയാണ് കേരള സ്റ്റോറി എന്നുള്ള പേര് വീഴുന്നത്? ഇങ്ങനെയാണ് ആ പേര് വീഴുന്നത്. ഇങ്ങനെയേ ആ പേരിടാൻ പറ്റുള്ളൂ എന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും കാണേണ്ട സിനിമയാണ് കേരള സ്റ്റോറി എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും വായിക്കാൻ പാടില്ലാത്ത പുസ്തകമാണ് ഈ യഹിയ സിൻവറിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. അതും ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള 2-3 പുസ്തകം കൂടി പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മളുടെ സൽമാൻ റുഷ്ദിയുടെ ആ പുസ്തകം തന്നെ, ദ സാറ്റാനിക് വേഴ്സസ് എന്ന് പറയുന്ന ആ പുസ്തകം നിങ്ങൾ വായിക്കുക. ഇന്ത്യയിൽ ബാൻഡാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ബാൻഡായി? ഇത് ആരും വായിച്ചിട്ടില്ല. ഇത് ബാൻ ചെയ്ത ആൾ പോലും വായിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇതിൻ്റെ PDF ഒക്കെ ഓൺലൈനിൽ ലഭ്യമാണ്. പിന്നെ നമുക്ക് അറിയാലോ, എല്ലാം ടെലഗ്രാമിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഇതും കിട്ടും, നിങ്ങൾ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. അതെടുത്ത് നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇതിനകത്ത് ഈ സൽമാൻ റുഷ്ദീനെ കുത്തിക്കൊല്ലണം എന്ന് പറയാനോ അല്ലെങ്കിൽ ബ്ലാസ്ഫമി ആരോപിക്കാനോ, ഇപ്പം നമ്മൾ കണ്ടല്ലോ ഇദ്ദേഹത്തിന് കുത്തേറ്റതും കണ്ണ് പരിക്ക് പറ്റിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് ഉതകുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇതിലെന്തോ ഉണ്ടെന്ന് ആരോ പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ണ് ആളുകൾ കുത്തി പൊട്ടിച്ചത്. ഏതാണ്ട് 30 വർഷമാണ് ഇങ്ങനെ ഈ ഒരു വധഭീഷണിയുമായിട്ട് നടന്നത് എന്നും കൂടി നമ്മളൊന്ന് ഓർക്കണം, നല്ലതാണ്. ഇനി രണ്ടാമത് നമുക്ക് പരിചയപ്പെടുത്താനുള്ള പുസ്തകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമത് പരിചയപ്പെടുത്താനുള്ള പുസ്തകം എന്ന് പറയുന്നത് ദ ലാസ്റ്റ് ഗേൾ എന്ന് പറയുന്ന നാദിയ മുറാദിൻ്റെ പുസ്തകമാണ്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഇസ്ലാമെന്നും ഇസ്ലാമിക് ടെറർ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് അത് ഇസ്ലാം തന്നെയാണ് എന്നും ഐസിസ് എന്ന് പറയുന്നതാണ് യഥാർത്ഥ മുസ്ലിങ്ങളെന്നും, അതുപോലെ എങ്ങനെയാണ് നിങ്ങളുടെ തൊട്ട അയൽപക്കത്തൊക്കെ ഉണ്ടായിരുന്ന സാധാരണ മുസ്ലിം എന്ന് നിങ്ങൾ ധരിച്ചിരുന്ന, മോഡറേറ്റ് മുസ്ലിം എന്നൊക്കെ നിങ്ങൾ വിളിച്ചിരുന്ന താത്തമാർ കാക്കമാരൊക്കെ ഒരു നേരം ഒരു ചെറിയൊരു മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ അവർ തീവ്രവാദികളായി മാറുന്നു. അവർ നിങ്ങളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളായിട്ട് മാറുന്നു. അവർ പൊടുന്നനെ നിങ്ങളെ സുഹൃത്ത് എന്നുള്ളതിൽ നിന്നൊക്കെ മാറിയിട്ട്, അയൽവാസി എന്നുള്ളതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ കാഫിർ എന്നും അല്ലെങ്കിൽ മുഅ്മിൻ എന്നും നിങ്ങളെ തിരിച്ച് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതും, നിങ്ങൾ കാഫിറായി എന്നതിൻ്റെ പേരിൽ നിങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നു, എന്നിട്ട് അവിടെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നത് എവിടുന്നാണ്? അതിനുള്ള നിയമം എവിടുന്നാണ്? ഇസ്ലാമിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ ഈ പുസ്തകം വായിച്ചാൽ മതി. നാദിയ മുറാദിൻ്റെ പുസ്തകം ദ ലാസ്റ്റ് ഗേൾ, നോബൽ പ്രൈസ് വിന്നറാണ്. ഇതിൻ്റെ ആ സംഗതി വായിച്ച് നിങ്ങൾ ഒന്ന് പൂർത്തിയാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇതുപോലെ ഇസ്ലാമിനെ എടുത്തിട്ട് അലക്കുന്നത് എന്നുള്ളത്. കാരണം ഇസ്ലാമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് വേറെ ആരും തെറ്റിദ്ധരിച്ച് വായിച്ചതോ വളച്ചൊടിച്ചതോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്, എഴുതി വച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരു ഐസിസുകാരനാകും എന്നത് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. പക്ഷേ ഇത് നമ്മളെവിടെയും ഇതിനെക്കുറിച്ചുള്ള വാക്കുകളോ വാദങ്ങളോ ഇത് നല്ലതാണെന്ന് പറയുന്നത് ഒന്നും തന്നെ പൊതുമേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇത് ആവർത്തിക്കുന്നു. മറ്റൊരു പുസ്തകം നമ്മളുടെ ജോസഫ് മാഷ് എഴുതിയ പുസ്തകമാണ് അറ്റുപോകാത്ത ഓർമ്മകൾ. എങ്ങനെയാണ് ഈ ഒരു നബി നിന്ദ നടത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാപകൻ്റെ കൈവെട്ടി മാറ്റിയ ആ ഒരു വിഷയം, അതിനെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രം നിങ്ങൾക്ക് കിട്ടും. ഇസ്ലാമിൻ്റെ നിയമം 5:33 ആ ഖുർആനിലെ സൂക്തം അതെങ്ങനെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്, അതിനുള്ള സാധ്യത എങ്ങനെയാണ് അവർ കണ്ടെത്തിയത് എന്നത് ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് നിങ്ങൾക്ക് നല്ലൊരു കണ്ണ് തുറപ്പിക്കാൻ പറ്റിയൊരു സാധനമാണ്. അതിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ജോസഫ് മാഷെ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിനും മറ്റുള്ള സംഗതികൾക്കൊക്കെ കൊണ്ടുപോകുന്ന മേഖലയിലും അതുപോലെ വിചാരണയൊക്കെ നടക്കുന്ന സമയത്തെല്ലാം NIAയുടെ പോലീസുകാരായാലും കേരള പോലീസിലായാലും അതിലുള്ള മുസ്ലിം ആയിട്ടുള്ള പോലീസുകാർ, മുസ്ലിം ആയിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ വളരെയധികം പ്രതികാര ഒരു ബോധത്തോടു കൂടി, പ്രതികാര ചിന്തയോടുകൂടി, ആ ഒരു വികാരത്തോടു കൂടിയാണ് മാഷോട് പെരുമാറിയിരുന്നത്. വളരെ രൂക്ഷമായിട്ട് മാഷയുടെ അടുത്ത് പെരുമാറിയിരുന്നത്. എന്തുകൊണ്ട്? മാഷൊരു നബി നിന്ദകനായതുകൊണ്ട്. അത് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിലുള്ള മുസ്ലിം, അത് പോലീസുകാരനായാലും ശരി, അവൻ്റെ ഉള്ളിലും കിടക്കുന്നത് ഈ തീവ്രവാദ ചിന്ത തന്നെയാണ് എന്നും കൂടി ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ധാരണ കിട്ടും. മറ്റൊരു പുസ്തകമാണ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അയാൻ ഹിർസി അലിയുടെ ഇൻഫിഡൽ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. ഇവരുടെ കാര്യവും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഫീമെയിൽ ജെൻറ്റൽ മ്യൂട്ടിലേഷൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ ഏതോ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ ചെയ്യുന്നതാണ്. അല്ല, ഒരു മതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി നിന്നുകൊണ്ട്
അതിൻ്റെ ആചാരമായിട്ട് തന്നെ അവിടെ നിർബന്ധപൂർവ്വം നടത്തപ്പെടുന്ന ഒരു സംഗതിയായിട്ട് മാറുന്നു. അതിൻ്റെ ഇരയായിട്ടുള്ളൊരു വനിത, അതുപോലെ ആ മതത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ ജീവിതം അതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്. വായിക്കേണ്ട ഒരു പുസ്തകമാണ്, വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകമാണ്. അതും ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കണം. ഇനി മറ്റൊരു പുസ്തകങ്ങൾ, 2-3 പുസ്തകങ്ങൾ, ഇത് വായിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾ വായിക്കണം, നല്ലതാണ്. കാരണം നമ്മൾ ഈ ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ അത് ജിഹാദ് അതല്ല, അത് ജിഹാദ് ഇതാണ്, നിങ്ങൾ ജിഹാദിനെ കുറിച്ച് മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പുസ്തകം ഞാൻ ഒന്ന് പരിചയപ്പെടുന്നത്. ഇത് നമ്മളുടെ മൗദൂദി, ജമാഅത്ത് ഇസ്ലാമിയുടെ മൗദൂദി എഴുതിയ പുസ്തകമാണ്. അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ എങ്ങനെയാണ് ജിഹാദ് പറഞ്ഞു വെച്ചിരിക്കുന്നതും എന്നും അത് ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നും എല്ലാം ഈ പുസ്തകത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊന്നുമല്ല ജിഹാദ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പുസ്തകം എഴുതിയ ആളുകളെയും അവരുടെ കൂട്ടാളികളെയും നിങ്ങൾ പോയിട്ട് തിരുത്തുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കാക്കാമാർ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. ഇവിടെ ഒസാമ ബിൻ ലാദൻ്റെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ വീഡിയോ ഇനി നിന്നു പോകുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഈ സാധനം ഒരു കാരണവശാലും ഫേസ്ബുക്കിൽ എനിക്ക് ഇടാൻ പറ്റാറില്ല. ഇത് ഇട്ടതിൻ്റെ പേരിൽ 5-6 മാസത്തോളം എനിക്ക് ബാൻ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് ഏതായാലും അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോയാൽ ഈ വീഡിയോ മൊത്തത്തോടെ അങ്ങ് പോവും. അതുകൊണ്ട് തൽക്കാലം ഞാൻ എന്തായാലും പറയുകയാണ്. അവിടെ ഈ സംഗതി ഒസാമ ബിൻ ലാദൻ ഇവിടെ വലിയൊരു സംഭവമായിട്ട് വന്നൊരു സമയം, ആ ഒരു കാലഘട്ടം, അദ്ദേഹം അമേരിക്കയോടുമായിട്ട് നേരിട്ട് നടത്തുന്ന യുദ്ധം, അതുപോലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ചിടുന്ന ആ ഒരു സംഗതി, ഇതൊക്കെ വന്നിട്ട് ഈ കേരളത്തിലിരിക്കുന്ന മലയാളം സംസാരിക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അങ്ങ് വല്ലാതെ രോമാഞ്ചം വന്നു. അങ്ങനെ രോമാഞ്ചം വന്നപ്പോൾ അവരുടെ ഒരു പുസ്തകം സെൻസിങ്, ഇവിടുത്തെ കാന്തപുരം വിഭാഗത്തിൻ്റെ അവരുടെ കാന്തപുരം വിഭാഗത്തിൻ്റെ സുന്നിയുടെ ആ ഒരു മാസിക, സെൻസിങ് എന്ന് പറയുന്ന മാസികയിൽ അവർ എഴുതി പിടിപ്പിച്ച സാധനമാണ് ഈ പറയുന്ന കനൽ പഥങ്ങളിലെ സിംഹം. ആരാണ് സിംഹം? ഈ നിൽക്കുന്ന മഹാനാണ് ആ സിംഹം എന്ന് പറയുന്നത്. ഇതാണ്, ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ടൊക്കെ വായിക്കാം, അത് കുറച്ച് ക്ലാരിറ്റി ഉള്ളതാണ്, നിങ്ങൾക്ക് വായിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, സെൻസിങ് ഒസാമ എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഇനി കൂടുതൽ പ്രശ്നമാകുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അതുപോലെ ഈ സംഗതി സെൻസിങ്ങിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ എഴുതി വച്ചിരിക്കുകയാണ്. അതിലൊരു ഭാഗം മാത്രം നമുക്കൊന്ന് വായിക്കാം. ഇത് വേറൊരാൾ എഴുതിയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ലോകമെങ്ങും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി കൊടുത്തുകൊണ്ട് സാമ്രാജ്യത്വ മുസ്ലിം വിരുദ്ധ ശക്തികൾക്ക് മുസ്ലിം രാജ്യങ്ങളിൽ കയറി ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊല്ലാനും നാശങ്ങൾ സൃഷ്ടിക്കാനും വടി കൊടുത്തവനെന്ന് പറയപ്പെടുന്ന ബിൻ ലാദനെ പുകഴ്ത്തിക്കൊണ്ട് കാന്തപുരം സുന്നികൾ സെൻസിങ്ങിൽ എഴുതുന്നു. ബിൻ ലാദൻ മരണപ്പെട്ടവരോട് തേടുന്ന സൂഫിയായ അവരുടെ നേതാവായിരുന്നു. ഇത് എഴുതുന്നത് ആരാന്ന് വെച്ചാൽ ഇവിടുത്തെ സലഫികളാണ് കേട്ടോ. അവർ ഇതിനെ എടുത്തു വെച്ചുകൊണ്ട് സുന്നികളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കോപ്രായമാണ്. അതിലൊരു പാരഗ്രാഫ് എടുത്ത് എഴുതിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നവർക്ക് ഈ ലോകത്തു നിന്നും ലഭിക്കുന്ന തിരിച്ചടികൾ ഉസാമയെ ഇരുത്തി ചിന്തിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പാരായണം, മഹാന്മാരുടെ ഖബർ സിയാറത്ത്, പുണ്യമെടുക്കൽ തുടങ്ങിയ ആത്മീയ ലോകത്തേക്ക് ഉസാമ മെല്ലെ മെല്ലെ കാൽ വെച്ചു. പാശ്ചാത്യ സംസ്കാരത്തെ ഉസാമ പാടെ വെറുത്തു. മദീന മുനവറയിൽ പ്രവാചകനും അക്ബറയിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് കരളലിഞ്ഞു പ്രാർത്ഥിച്ചു. തൻ്റെ സ്വത്തും കഴിവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കാൻ ഇറങ്ങിത്തിരിച്ചു. തൻ്റെ സ്വത്തും കഴിവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കാൻ ഇറങ്ങിത്തിരിച്ചു എന്ന് പറയുന്നത് എന്തോ ഒരു മോശമായിട്ടാണ് ഇവർ പറയുന്നത്. അപ്പോൾ കാക്കമാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എല്ലാ വക്തിലും നിസ്കരിക്കുമ്പോൾ ആ വജ്ഹത്തു വജിയൽ ഇല്ലതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓതുന്ന ഒരു പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. അതിനകത്തുള്ള ആ വാചകം തന്നെ ഈ സാധനമാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതവും മരണവും നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അത് അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്. മഹിയ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന സംഗതി, അതാണ് ആ എഴുതി വെച്ചിരിക്കുന്ന സംഗതി. തൻ്റെ സ്വത്തും കഴിവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ഇത് പാശ്ചാത്യ മിഷണറിമാർക്ക് തലവേദനയായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സൂഫി വര്യന്മാരുമായി ഉസാമ ബന്ധം സ്ഥാപിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നു. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോട്ടെ. എന്തായാലും ഇതിൽ ഈ ഒസാമയെ വലിയ തോതിൽ പ്രകീർത്തിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഒരു മാഗസിൻ്റെ എഡിറ്ററായിട്ടുള്ള ആളാണ് നമ്മളുടെ കാന്തപുരം വിഭാഗത്തിൻ്റെ ഇസ്മായിൽ വഫ എന്ന് പറയുന്ന വ്യക്തി. ഇസ്മായിൽ വഫയെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ച ഒരു സംഭാഷണം അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. ഒഴിവുള്ള സമയത്ത് ഏതാണ്ട് 1 മണിക്കൂറോളം ഉണ്ട്. നിങ്ങൾ ചുമ്മാ വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോൾ ഇതിട്ട് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കാക്കാമാരുടെ ഒരു ഇസ്ലാമിക നിലവാരം എന്നറിയാൻ കഴിയും. ഈ മാഗസിൻ എഡിറ്ററായിട്ടുണ്ടായിരുന്ന സുന്നിയുടെ നേതാവായിട്ടുണ്ടായിരുന്ന ആളാണ് ഈ അഡ്വക്കേറ്റ് ഇസ്ലാം
ഇസ്മായിൽ വഫ, അദ്ദേഹത്തിൻ്റെ ആ ഒരു മേഖലയിലുള്ള ഒരു വകതിരിവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇതിൽ നിങ്ങൾക്ക് കാണാം. സംഗതി ടൈറ്റിൽ അവിടെ നോക്കി വെച്ചാൽ മതി. അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ ആരിഫ് എന്നൊന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടും. അല്ലെങ്കിൽ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് നേരെ പോവാം. വീഡിയോ പോസ് ചെയ്ത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇനി തേജസ് എന്ന് പറയുന്ന മാഗസിൻ, അതിലും എന്താണ് അവിടെ ലാദനെ പുകഴ്ത്തിയത്? ലാദൻ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ എഴുതിയത് രക്തസാക്ഷി എന്ന് പറഞ്ഞിട്ടാണ് തേജസ് അവിടെ ഇയാളെ പ്രകീർത്തിച്ചത്. ഇതൊന്നും തന്നെ സലഫികളല്ല കേട്ടോ, ഇവിടുത്തെ സുന്നികളെന്ന് വിളിക്കുന്ന ആളുകൾ തന്നെ ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. അവിടെയും ലാദനെ പുകഴ്ത്തുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കാക്കാമാരങ്ങനെ വട്ടുപിടിച്ച ആളുകൾ അങ്ങനെ പലതും ചെയ്യും, അതിനെന്താ പ്രശ്നമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഈ ഇസ്ലാമും ഇടതും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പറയേണ്ടത്. അത് പറയുമ്പോൾ എന്തോ വലിയ പ്രശ്നമാണെന്നാണ് പറയുക. അത് പറയാൻ പാടില്ല. നമ്മൾ പറയാറുള്ളത് എന്താണ്, ഇസ്ലാമും ഇടതും ഒന്ന് തന്നെയാണെന്നാണ് നമ്മൾ പറയുക. അതിനുള്ളൊരു ഉദാഹരണം കൂടിയായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലാദൻ മരണപ്പെട്ട സമയത്ത് നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് നേതാവൊക്കെ ആയിട്ടുള്ള G. സുധാകരൻ ലാദന് വേണ്ടിയിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. ആ ഫീല് കിട്ടണേ ഡിങ്ക. ലാദൻ ബിൻ ലാദൻ ഭീരുവാണിയൊരു ഒബാമയെന്ന് ഓർക്കുക എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലാദന് വേണ്ടി ഒരു ചരമഗീതം. ആഹാ, അടിപൊളി. G. സുധാകരൻ. ലാദൻ ബിൻ ലാദൻ, ആഴിത്തടത്തിൽ ജ്വലിക്കുന്ന ഒരാത്മാവ് നീ തന്നെയല്ലേ ബിൻ ലാദൻ, ആഴിക്ക് അഗ്നി കൊളുത്തുന്ന ഘോരമാം പോരിന്നു നീ തീയെറിഞ്ഞോ, ആഴികത്തിപ്പോയി ആകാശമെത്തുന്ന നാളുകൾ എത്തുമോ ലാദൻ. ആഹാ, വാഹ് വാഹ്, ഇതാണ് അദ്ദേഹം എഴുതി വെച്ചത്. അപ്പോൾ ഞാൻ ആലോചിച്ച് പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ന് ആണ് ലാദൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ലാദൻ ഇതേപോലെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അതും മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്ത് നിങ്ങൾ ഒന്ന് പ്രകാശനം ചെയ്യാൻ വേണ്ടി വന്നാൽ ചിലപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ പിണറായി വിജയൻ തന്നെ ഇവിടെ ഉണ്ടാകും എന്നതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട അവസാനത്തെ പുസ്തകം കൂടി ഞാനൊന്ന് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അത് നമ്മളുടെ സാക്ഷാൽ വിചാരധാരയാണ്. നിങ്ങൾക്ക് ലാദനെ പുകഴ്ത്താമെങ്കിൽ, നിങ്ങൾക്ക് ഈ തേജസ്സിലൊക്കെ രക്തസാക്ഷി എന്ന് എഴുതി വെക്കാമെന്നുണ്ടെങ്കിൽ, താലിബാനെ വിസ്മയമായിട്ട് നിങ്ങൾക്ക് അതിനെ പ്രകീർത്തിക്കാമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇപ്പോൾ ഈ യഹിയ സിൻവറിൻ്റെ പുസ്തകമൊക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെയൊക്കെ നിങ്ങൾക്ക് തനി ഭീകരവാദിയായിട്ടുള്ള ആളുടെ ആ സാധനം പോലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടു നടക്കാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് വിചാരധാര. അത് എന്തുകൊണ്ടാണ് അത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിചാരധാരയിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഈ വിചാരധാരയുടെ ആളുകൾ പോലും വന്നിട്ട് എന്താ പറയുന്നത്, അതൊക്കെ ഞങ്ങൾ പണ്ടേ തള്ളിയ പുസ്തകമാണെന്നാണ് അവർ തന്നെ പറയുന്നത്. മാത്രമല്ല അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അത് അന്നത്തെ കോണ്ടാക്സിൽ അന്ന് പറഞ്ഞു വെച്ചതാണ്, ഇന്ന് അതിന് റെലവൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഈ വിചാരധാരയുടെ ആളുകൾ തന്നെയാണ്. എന്നാൽ ഈ നമ്മൾ യഹിയ സിൻവറിൻ്റെ പുസ്തകത്തിലുള്ള ഏതെങ്കിലും ഒരു സാധനം ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കിയേ, അതിന് ആ രീതിയിൽ തിരുത്താൻ ഈ ഫാനോളികൾ ഒരാൾ പോലും ഉണ്ടാവില്ല. അത് യഹിയ സിൻവർ എഴുതിയതൊക്കെ ശരിയാണ്, അങ്ങനെ മാറ്റാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് അതിന് ഡിഫെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെയാണ് നിങ്ങൾ ഈ വിചാരധാരയുടെ ആൾക്കാരെയും ഈ യഹിയ സിൻവറിൻ്റെ കൂട്ടാളികളെയും ഫാനോളികളെയും ഒന്ന് തിരിച്ചറിയേണ്ടത് എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വിചാരധാര എഴുതിയത് അത് എത്ര തന്നെ മോശമായ പുസ്തകമാണെങ്കിലും, അതിനകത്ത് എഴുതിയത് എത്ര തന്നെ ഹെയ്റ്റ് ഉളവാക്കുന്ന സംഗതി ആയാലും, അതിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാനും അത് തള്ളിക്കളയാനും ഉള്ളൊരു മനസ്സ് എന്തുകൊണ്ടാണ് ഈ വലതുപക്ഷത്തിന് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഈ ലോകത്ത് ജീവിക്കുന്ന ഇവിടെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകളോട് ഒരു അക്കൗണ്ടബിലിറ്റി അവർക്കുണ്ട് എന്നതാണ് അവരുടെ പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ ഒരു കാരണമെന്ന് പറയുന്നത്. അതേസമയം നിങ്ങൾ ഈ യഹിയ സിൻവർ എഴുതിയതായാലും, സാക്ഷാൽ ഖുർആനിൽ എഴുതിയിട്ടുള്ള സംഗതികളായാലും, ഹദീസിൽ എഴുതിയിട്ടുള്ളതായാലും, ഇനി ഏത് തരം അതുപോലുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതായാലും നിങ്ങൾ എഴുതി വെച്ചത് എടുത്ത് അതിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അത് തെറ്റെന്ന് സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ്? കാക്കാമാർ അവരുടെ അക്കൗണ്ടബിലിറ്റി ഈ നാട്ടിൽ ഇവിടെ ജീവിക്കുന്ന ആളുകളോടല്ല. അവരുടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അവിടെ ഉള്ള ആ ഹൂറികളുടെ അടുത്താണ്. ആ ഹൂറികളുടെ അടുത്തേക്ക് എത്തേണ്ട സംഗതി മാത്രമേ അവർക്കുള്ളൂ. പടച്ചോൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും, പടച്ചോൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാണ്ടിരിക്കില്ല. എത്ര തന്നെ നന്മയായാലും അത് പടച്ചോൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ചെയ്യില്ല. എത്ര തന്നെ തിന്മയായാലും പടച്ചോൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിന്മ അവർ ചെയ്തിരിക്കും. ഇതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. അത് തന്നെയാണ് ഇസ്ലാമിന് ഏറ്റവും വലിയൊരു ദോഷമായിട്ട് ഇവിടെ മാറ്റുന്നതും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഈ പുസ്തകം വായിക്കാനും കൂടി ഒന്ന് തയ്യാറാവുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന സംഗതി അത്
ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞിട്ട് ഇവിടെ മിണ്ടാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വിചാരധാര വായിക്കും, വിചാരധാര ചർച്ച ചെയ്യും, അത് വായിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഇമാതിരി പോക്കിരിത്തരം ചെയ്യുന്നത് നിർത്തണം. നിങ്ങളുടെ ഭാഗത്തുള്ളത് മാത്രം ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അപ്പുറത്തുള്ള ആളുകൾ ചെയ്യുന്നതൊക്കെ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ പരിപാടി ഇവിടെ നടക്കില്ല. നിങ്ങൾ ഇപ്പുറത്ത് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സമാനമായ തെറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിനെയും അവസാനിപ്പിക്കാൻ, അത് നിങ്ങൾ അംഗീകരിച്ച് പിന്മാറാൻ നിങ്ങൾക്ക് തയ്യാറാകാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് പറ്റുന്നില്ല, കാണുന്നില്ല എന്നുള്ളിടത്താണ് നിങ്ങൾ വീണ്ടും ഇതുപോലെ വിമർശന വിധേയരായി കൊണ്ടേയിരിക്കുന്നത്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയൊരു വീഴ്ചയാണ്. അത് നമുക്ക് പറയാതെ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല. ഈ പുസ്തക പരിചയം അത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വായിക്കരുത് എന്ന് പറഞ്ഞ പുസ്തകം അത് നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കരുത്. വായിക്കണമെന്ന് പറഞ്ഞ പുസ്തകങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ ജോസഫ് മാഷിൻ്റെ പുസ്തകവും നാദിയ മുറാദിൻ്റെ പുസ്തകവും അത് നിങ്ങൾ എന്തായാലും വായിക്കണം. പിന്നെ വിചാരധാരയും വായിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. നമ്മളുടെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാം. നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടേയിരിക്കുക. അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കമൻറ്റ് യുദ്ധം അത് നിങ്ങൾ മറക്കരുത്. അത് ചെയ്തുകൊണ്ട് വീഡിയോയുടെ റീച്ച് അത് കൂട്ടുന്നതിന് നിങ്ങൾ സഹായിക്കുക. നമ്മൾ ഈ ഒരു കാലഘട്ടം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമ്മറും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ യാത്രയും ഒക്കെ കൂടി വന്നിട്ടാണ് നമ്മൾ വൈകി പോകുന്നത്. എന്തായാലും ഒരു 1-2 ആഴ്ചകൾ കൂടി ഇങ്ങനെ പോകും. അത് കഴിയുമ്പോൾ നമുക്കൊരു 8-8:30 ആകുമ്പോൾ തന്നെ ലൈവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുവരേക്കും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിഷയമായിട്ട് വരാം. ആ വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യ ആകാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങൾ അത് ഇന്ത്യയോട് വലിയ തോതിൽ അടുക്കാൻ ശ്രമിക്കുന്നു, പോക്ക് റീജിയൻ. അപ്പോൾ അധികം വൈകാതെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്കന്ന് അത് ചർച്ച ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.